ലബ്ബയുടെ വാദമല്ലോ, നിങ്ങളുടെ വാദം ലബ്ബ വച്ച് പുലർത്തിയിരുന്നു ഇന്നലെ വരെ. ആ വാദം ഇപ്പോൾ നിങ്ങൾ തിരുത്തി. തവസ്സുലിന്റെ തെളിവുകൾ മുഴുവനും, അഥവാ ഇസ്തിഗാസക്ക് ഖുറാഫികൾ ഇസ്തിഗാസക്ക് തെളിവുദ്ധരിച്ച ഒട്ടനവധി തെളിവുകൾ അത് തവസ്സുലാണ്, ഇസ്തിഗാസ അല്ല, അതിൽ ഇസ്തിഗാസ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിവച്ചിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ അത് ശിർക്കാണെന്ന് നിങ്ങൾ സ്ഥാപിച്ചതിലൂടെ നിങ്ങൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പാതയിൽ നിന്ന് 100% വ്യതിചലിച്ചു. ആ പാതയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം ശിർക്കാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തനിനിറം എന്താണെന്ന് ഇവിടെ പൊതുജനങ്ങൾക്ക്, മുസ്ലിം ബഹുജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അവസരം ഈ സംഭവത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. സക്കരിയ സലാഹി കൂട്ടരും എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നിങ്ങനെ മാറി നിന്നത്? അല്ലെങ്കിൽ അവർ മുജാഹിദ് പ്രസ്ഥാനമായി മാറിയുന്നത്? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനമല്ല, നിങ്ങൾ സംഘടനാവാദികൾ മാത്രമാണ്, നിങ്ങൾ സംഘടനയാണ്. യഥാർത്ഥത്തിലുള്ള മുജാഹിദുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അവരാണ് മുജാഹിദുകൾ. അവർ സത്യത്തിന്റെ പാതയിൽ നിൽക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്നലെ വരെ നിങ്ങൾ വച്ചു പുലർത്തിയിരുന്ന മുഴുവൻ വിശ്വാസങ്ങളെയും നിങ്ങൾ വെട്ടിനിരത്തിക്കൊണ്ട് മുൻഗാമികളുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിരിക്കുകയാണിപ്പോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതാ ഈ നാരിയ സ്വലാത്തില് സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറായി നമുക്കതിനു വേണ്ടി വ്യവസ്ഥ പൂർത്തീകരിച്ച് പിരിഞ്ഞു പോകാമെന്ന് പ്രത്യേകം ഇൻഷാ അല്ലാഹ്. ലബ്ബാദാരിമിക്ക് സക്കരിയ സലാഹി കൊടുത്ത ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വന്ന് പറഞ്ഞതൊക്കെ. ഈ സക്കരിയ ഇത് പറഞ്ഞോ ഇല്ലേ എന്ന് സക്കരിയയുടെ ആ വാദം ഇതാണ് എന്നാണല്ലോ ലബ്ബാദാരിമി മനസ്സിലാക്കിയത്. അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലബ്ബാദാരിമിക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങൾക്കും അറിയത് സക്കരിയാക്ക് ഈ വാദം ഇത് ലബ്ബന്റെ വാദം മാത്രമാണ്. പക്ഷേ സക്കരിയ അത് ലബ്ബയോട് പറഞ്ഞു ഈ വാദത്തിന് കുഴപ്പമില്ല. അതുകൊണ്ടാ ലബ്ബാദാരിമി ഇവിടെ വന്നിട്ട് ഇതാണ് സക്കരിയയുടെ മുജാഹിദ് പ്രസ്ഥാനം. ലബ്ബാദാരിമി വളരെ വിനയത്തോടെ പറയട്ടെ, തിരിച്ചു പോകുമ്പോ ഈ ഇടത്തും വലത്തും നിന്ന സഹോദരന്മാരുണ്ടല്ലോ, ഓലോടൊന്ന് ചോദിച്ചു വെക്കുക, ഞാൻ പറഞ്ഞതല്ലേ പഴയ മുജാഹിദ് ആദർശം. അപ്പൊ അവര് പറഞ്ഞുതരും ഇതല്ല മൗലവി, അതിങ്ങക്ക് തെറ്റിപ്പോയി, ഇതല്ല. ഈ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് യാ ഖൈറ മന്ദുഫിനത്ത് പറഞ്ഞാൽ അതാണ് ഇസ്ലാം, അത് ശിർക്കല്ല എന്ന് പറയുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം. റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് ഇസ്തിസ്ഖിലി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞാൽ അത് ശിർക്കൽ എന്ന് പറയുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇസ്തിസ്ഖാന് വേണ്ടി റസൂലിന്റെ അരികിൽ ചെല്ലുന്നത് പോലെ കഴിവിൽപ്പെട്ടത് ചോദിക്കലാണ് മരിച്ചുപോയ വഫാത്തായ റസൂലിനോട് ചോദിക്കുന്നത് എന്ന് പറയുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ലബ്ബാദാരിമി പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മീമുണ്ടാൻ അവകാശങ്ങൾക്കില്ല. മീമുണ്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഈ സാധാരണക്കാരോട് ചോദിക്ക്, സക്കരിയാനോടല്ല ചോദിക്കേണ്ടത്, സാധാരണക്കാരോട് ചോദിക്ക്, അവര് കേട്ട തൗഹീദ് എന്താണ്?